സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു നിലമ്പൂരിൽ. ഇന്നലെ ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിലമ്പൂർ വെള്ളക്കെട്ടയിൽ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. വാഹനം കടന്നു പോകാത്ത വഴിയിലൂടെ ചുമന്നാണ് മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നത്. സുഹൈൽ മുഹമ്മദ് നമ്മളോടൊപ്പമുണ്ട് നിലമ്പൂരിൽ നിന്ന്. സുഹൈൽ, വേദനാജനകമായ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിങ്ങിപ്പൊട്ടുന്ന മാതാപിതാക്കളും നാട്ടുകാരെയും ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിചാരിതവും ഞെട്ടിക്കുന്നതും നടുക്കുന്നതുമായ ഈ സംഭവത്തിൽ ഇതിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മകനെ നഷ്ടപ്പെട്ട ഒരു കുടുംബം, പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ ആ വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന നാട്ടുകാർ, വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന അധ്യാപകരും സഹപാഠികളും, അങ്ങനെ ദൃശ്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാനുണ്ട്. വിപിൻ, പറയൂ, എന്താണ് ഇപ്പോഴവിടെ? അത്യന്തം നോവായി മാറിയ നിമിഷങ്ങളാണ് GK ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വലിയ വേദന അത് തന്നെയാണ് ഈ നാടിനായാലും വീട്ടുകാർക്കായാലും ഒക്കെ ഉള്ളത്. കണ്ണീരോടെ അല്ലാതെ ഒരാളും വന്ന് മടങ്ങുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഓരോ പ്രധാനപ്പെട്ട ആളുകളും വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ആ ഒരു വേദന അത് അണപൊട്ടുന്നതാണ് കണ്ടത്. കാരണം അവരുടെ പ്രിയപ്പെട്ട മകൻ ഒരു തെറ്റും ചെയ്യാതെ ഇന്നലെ പുറത്തേക്ക് പോയതായിരുന്നു. കുട്ടി കളിച്ചു കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരുന്നു. പിന്നീട് ഇപ്പോഴിതാ ഈ ചേതനയറ്റ ശരീരമാണ് ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പന്നിക്കെണി ഉള്ളത് ആ കുട്ടി അറിഞ്ഞിരുന്നില്ല. അതാണ് അതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ളത്. ജിത്തു അറിഞ്ഞിരുന്നില്ല അങ്ങനെ ആ ഒരു വെള്ളത്തിൽ അത്തരത്തിലൊരു വൈദ്യുതി കമ്പി പൊട്ടി വീണ് അത് അത്തരത്തിലൊരു കെണി വെക്കും എന്നുള്ളത് ഒട്ടും കരുതിയിരുന്നില്ല. അങ്ങനെ ആ ഒരു ജീവൻ വെടിഞ്ഞു എന്നുള്ളത് അവർക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അത്ര വലിയ വേദനയോട് കൂടിയിട്ട് കരയുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ നാടും ഈ വീടും എന്നുള്ളതാണ്. ഇവിടെ തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെയാണ് ഇനി സംസ്കാരമുള്ളത്. ഒരു ശ്മശാനമുണ്ട്. ശ്മശാനത്തിൽ വെച്ചാണ് ഇവിടുത്തെ ഇനി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. മണിമൂളി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇപ്രാവശ്യമാണ് 10ാം ക്ലാസ്സിലേക്ക് വിജയിച്ചത്. അപ്പോൾ ഈ ഒരുപാട് പ്രതീക്ഷകൾ ഈ വീട്ടുകാരെ സംബന്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ സുരേഷ്, രണ്ട് സഹോദരിമാരാണ് ഉണ്ടായിരുന്നത് ജിത്തുവിന്. ആ രണ്ട് സഹോദരിമാരും എല്ലാവരും ഇപ്പോൾ ഇത് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് പോലും അറിയാതെ, അവർക്ക് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത വലിയ ഒരു വിഷമത്തിലേക്ക് എല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രതിയെ ഇതിന്റെ പിടിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച്, ഈ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ഉൾക്കൊള്ളാവുന്നതിലും വലിയ വേദന ഈ നിമിഷത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരൊക്കെ ഏട്ടനനിയന്മാരുടെ മക്കളാണ്. അവരെല്ലാവരും കൂടി കളിച്ച് കഴിഞ്ഞ് ഈ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയതാണ്. ഇടയ്ക്ക് എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്ക് അങ്ങനെ പോകുന്നതും മീൻ പിടിക്കുകയും ഒരുമിച്ച് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു 8 മണിയോടുകൂടി പോയതായിരുന്നു. പക്ഷേ പിന്നീടൊരു മടങ്ങി വരവ് ഉണ്ടായില്ല. കാലിലേക്കാണ് വൈദ്യുതി പ്രവഹിച്ചത്. അതിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായി ഷോക്കേറ്റതാണ് മരണകാരണം എന്നുള്ളതാണ്. ഈ തൊലിപ്പുറത്ത് പൂർണ്ണമായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ ഷോക്കേറ്റിട്ടുണ്ട്. അത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ളൊരു ഷോക്കേൽക്കുക എന്ന് പറയുമ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വൈദ്യുത ആഘാതമായിരിക്കും ഏറ്റിട്ടുണ്ടാവുക എന്ന് കൂടി നമുക്ക് ഊഹിക്കാം. കാരണം അവിടെ ഉണ്ടായിരുന്ന ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു പോസ്റ്റിൽ നിന്ന് വൈദ്യുതി എടുത്ത് അത് ഈ പന്നിക്ക് കെണിവെക്കുകയായിരുന്നു. പന്നിയുടെ മാംസം എടുത്ത് വിൽക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ പ്രതികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി പന്നിയെ പിടിക്കുക, അങ്ങനെ അതിനെ മാംസമാക്കി പണത്തിന് വിൽക്കുക, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇങ്ങനെ പലതവണ സ്ഥിരം ഇത് ചെയ്തിരുന്ന കുറ്റവാളികളായിരുന്നു അവർ. ഈ കെണി വെക്കുകയും അതിലേക്ക് പക്ഷേ ആ വെള്ളത്തിലേക്ക് തൊട്ടത്, ആ വൈദ്യുതിയുള്ള കമ്പിയിലേക്ക് തൊട്ടത് അനന്തു എന്ന ജിത്തു ആയിരുന്നു. അപ്പോൾ വലിയ അത് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായി. രക്ഷിക്കാൻ ശ്രമിച്ച സുരേഷ് എന്ന ഇവരുടെ ബന്ധുവിന്, ഒപ്പം തന്നെ ഈ പറഞ്ഞ ഈ സഹോദരങ്ങളായിട്ടുള്ള 2 പേർക്ക്, യദുകൃഷ്ണൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, യദുകൃഷ്ണനും ഒപ്പം ഷിനുവിനും പരിക്കേറ്റു. അവർ ഈ രോഗത്തിൽ അവർക്ക് അവരൊരു അപകടനില തരണം ചെയ്തു എന്നുണ്ടെങ്കിലും മാനസികമായി ഇപ്പോഴും അവർ ആ ഒരു അപകടം സംഭവിച്ചു, അതിൽ ഇനി ജിത്തു ഇല്ല എന്നുള്ള ഉൾക്കൊള്ളാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. മാനസികമായി എത്രത്തോളം തകർന്നവർ അവിടെ കരയുകയും അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ്
ചെയ്യുമെന്നുണ്ടെങ്കിൽ പോലും അവരെ വളരെ അധികം ശ്രദ്ധിക്കണം, അവരെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ. അല്പസമയത്തിനകം തന്നെ ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുവരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയം കൂടിയാണ് ഇത് നിലമ്പൂരിനെ സംബന്ധിച്ച്. അതുകൊണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഒപ്പം സ്ഥാനാർത്ഥികളും എല്ലാവരും വരികയും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിൽ പോലും അതൊരു വാക്പോരിലേക്കും ഒരു രാഷ്ട്രീയ ആയുധത്തിലേക്കൊക്കെ ഉയർന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയം തന്നെ വലിയ രാഷ്ട്രീയ ആയുധമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അത് വരും ദിവസങ്ങളിലും തുടരാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത. പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വലിയ ഒരു പ്രതീക്ഷയെ, അവരുടെ മകനെ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെന്ത് മറുപടി പറയുമെന്നറിയാതെ എത്തുന്ന ഓരോ ആളുകളും വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പോൾ ഈ പന്നിക്ക് കെണി വെക്കുന്നു, അത്രത്തോളം പന്നികൾ ഇറങ്ങുന്നതിനുള്ള ഒരു കാരണം ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊരു കുറ്റകൃത്യമാണ് നടന്നത് എന്നുണ്ടെങ്കിലും ഇതൊരു വന്യമൃഗശല്യം കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ കൂടി ഇടവരുത്തുമെന്നുള്ള നിലയ്ക്ക് കൂടി ആ ചർച്ചകൾ പോയിട്ടുണ്ട് എന്നുള്ളതും പറയണം. അല്പസമയത്തിനകം തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടക്കുകയും ചെയ്യും. വെള്ളക്കെട്ട എന്ന പ്രദേശത്താണ് ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടി 15 വയസ്സുള്ള SLC വിദ്യാർത്ഥിയായ വിഷ്ണുവിന്റെ ജീവൻ കവരുന്ന അപകടം ഉണ്ടായത്. GK. അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനന്തുവിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. നേരത്തെ അനന്തുവിൻ്റെ മൃതദേഹം സ്കൂളിൽ കൊണ്ടുവന്നപ്പോൾ സഹപാഠികൾ കൂട്ടത്തോടെ പൊട്ടിക്കരയുന്നതിൻ്റെ ദൃശ്യങ്ങൾ. കേരളത്തെ സംബന്ധിച്ച് ഇത് കേരളത്തിലെ എല്ലാ മലയാളികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അനന്തുവിൻ്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ.